തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിനെതിരായ ആരോപണത്തിൽ നാടകീയ വഴിത്തിരിവ്. കാണാതായ ശസ്ത്രക്രിയ ഉപകരണം യൂറോളജി വിഭാഗത്തിൽ നിന്നും കണ്ടെടുത്തു. എന്നാൽ ഇതേ ഉപകരണം 2-ാം തീയതി വാങ്ങിയ ബില്ലും ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാദം. തന്നെ കുടുക്കാൻ ശ്രമം നടത്തുന്നുവെന്ന ഹാരിസ് വെളിപ്പെടുത്തിയതിന് പിന്നാലെയുള്ള അധികൃതരുടെ ഇപ്പോഴത്തെ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധമുയരുന്നുണ്ട്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൂഢാലോചനയാണ് പുതിയ നീക്കത്തിന് പിന്നിലെന്ന് പ്രതിപക്ഷവും ആരോപിച്ചതോടെ പുതിയ വിവാദം പുതിയ തലത്തിലേക്ക് ഉയരുകയാണ്. ഒരു ഉപകരണം കണ്ടു, അത് പരിശോധിച്ചു. ഞങ്ങൾ ഒരു വിധത്തിൽ ഒരു സെറ്റ് ചെയ്യുന്ന സമയത്താണ് ചെറിയൊരു സംശയം, അവിടെ വേറൊരു ബോക്സും കൂടി ഇരിക്കുന്നു. പക്ഷേ ആ ബോക്സ് മിനിഞ്ഞാന്ന് കണ്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ബോക്സും കൂടെ കണ്ടപ്പോൾ അതും കൂടെ നോക്കിയപ്പോൾ അതിൽ ചെറിയ രീതിയിലുള്ള ബില്ലുകളും കാര്യങ്ങളും കണ്ടപ്പോൾ അതിൽ എന്തോ അസ്വാഭാവികത ഉണ്ട് എന്ന് തോന്നുകയും അങ്ങനെയാണ് വിശദമായിട്ട് ആ റൂം പരിശോധിക്കാൻ വേണ്ടിക്കൊണ്ട് വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കുകയും അതിനുശേഷം ഞങ്ങൾ നോക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കി പരിശോധിച്ച് ശരിയായ രീതിയിൽ റിപ്പോർട്ട് സർക്കാരിന് നൽകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ഇന്നലെ അവസാനിപ്പിച്ചത്. സാരംഗ് സുധാകരൻ ചേരുന്ന വിവരങ്ങളുമായി. സാരംഗ്, ആദ്യം അറിയേണ്ടത് ഈ ശസ്ത്രക്രിയ ഉപകരണം യൂറോളജി വിഭാഗത്തിൽ നിന്ന് തന്നെ കണ്ടെത്തിയെന്ന് പറയുന്നു. അങ്ങനെയാകുമ്പോൾ എങ്ങനെ വായിച്ചെടുക്കണം നമ്മൾ ഈ മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാദത്തെ? തീർച്ചയായും ഇത്തരത്തിലൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് തന്നെ ഉണ്ടായിരുന്നൊരു പ്രശ്നമാണ് ഈ ഒരു ശസ്ത്രക്രിയ ഉപകരണം ഈ ആശുപത്രിയിൽ നിന്നും കാണാതായി എന്നുള്ളത്. അത്തരത്തിൽ ഈ ഒരു വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യം ഈ പ്രിൻസിപ്പൽ അടക്കമുള്ള സംഘം ഈ പ്രാഥമിക, അതായത് ഈ ആശുപത്രിയിലെ ആഭ്യന്തര സമിതി അന്വേഷിക്കുകയും അതിനുശേഷം ഈ ഒരു ഡോക്ടറുടെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ ഈ ഒരു ഉപകരണത്തിന് ശേഷം ഇത്തരത്തിൽ മറ്റൊരു ഉപകരണം ഇവിടെ നിന്ന് കണ്ടെത്തി എന്ന തരത്തിലേക്കാണ് ഇന്നത്തെ കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് ഈ ഒരു ഉപകരണം അവിടെ നിന്ന് കണ്ടെത്തിയെങ്കിലും അതിനുശേഷം, അതായത് ഈ 2-ാം തീയതി, 6-ാം തീയതി, 7-ാം തീയതി 3 ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു ആഭ്യന്തര കമ്മിറ്റി ഈ ഒരു ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. അതായത് 2-ാം തീയതി യൂറോളജി വിഭാഗം അത്തരത്തിൽ മാത്രമായിരുന്നു പരിശോധന നടത്തിയത്. അതിനുശേഷം 6-ാം തീയതിയാണ് ഈ ഒരു യൂറോളജി വിഭാഗം തലവൻ്റെ മുറി അടക്കം പരിശോധിച്ചത്. അന്ന് ഈ ഒരു മുറിയിൽ നിന്നും ഈ ഒരു ഉപകരണം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു കാണാതായ ഉപകരണവും ഈ കണ്ടെടുത്ത ഉപകരണം തമ്മിലുള്ള കാലപ്പഴക്കത്തിൽ ഒരു വ്യത്യാസമുണ്ടോ എന്നൊരു സംശയം താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ 7-ാം തീയതി വീണ്ടും ഈ പ്രിൻസിപ്പൽ അടക്കം സംഘം ഈ ഒരു മുറിയിലേക്ക് വീണ്ടും വന്ന് ഈ പരിശോധന നടത്തിയത്. ആ പരിശോധന സമയത്താണ് ഈ ഒരു മറ്റൊരു പെട്ടി ഇവിടെ നിന്ന് കണ്ടെത്തുകയും ഈ പെട്ടിയുടെ മുകളിൽ ഈ കാണാതായ ഉപകരണത്തിന്റെ പേരും ഇത്തരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഉപകരണം വാങ്ങിയ ബില്ല്, അതായത് 2-ാം തീയതി ഈ ഉപകരണം വാങ്ങിയ ബില്ലും ഇതിനൊപ്പം കണ്ടെടുത്തു. പക്ഷേ ഈ പെട്ടിക്കകത്ത് നിന്ന് ലഭിച്ചത് മറ്റൊരു നെഫ്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഉപകരണമാണ് ഈ ഒരു പെട്ടിയിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ ഇതിൽ ഒരു അന്വേഷണം വേണമെന്നാണ് ഈ ഒരു അന്വേഷണ സമിതി പറയുന്നത്. അതായത് ഈ ഒരു ബില്ല് കണ്ടെത്തിയതിൽ ഒരു ദുരൂഹതയുണ്ടെന്നാണ് ആരോപിക്കുന്നത്. മാത്രമല്ല CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായത് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക്, ഈ ഒരു ഹാരിസ് ചെർക്കലിൻ്റെ മുറിയിലേക്ക് ഇത്തരത്തിലൊരു അജ്ഞാതൻ കടന്നു കയറുന്ന ഒരു ദൃശ്യങ്ങളടക്കം ലഭ്യമായിരുന്നു. അത്തരത്തിൽ ഇതിലൊരു ദുരൂഹതയുണ്ടെന്നാണ് പറയാതെ പറയുന്നത്. അതായത് ഈ ഒരു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡയറക്റ്റായിട്ട് ഇത്തരത്തിൽ ഒന്നും പറയുന്നില്ല എങ്കിൽ പോലും ഈ ഒരു ദുരൂഹത ആരോപിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു ബില്ല് കണ്ടെത്തിയതിനെ തുടർന്ന് ഉള്ള ഒരു സംശയം, ഒപ്പം തന്നെ ഈ കാണാതായ ഈ ഒരു ഉപകരണവും കണ്ടെടുത്ത ഉപകരണം തമ്മിൽ കാലപ്പഴക്കത്തിൽ വ്യത്യാസമുണ്ടെന്നൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഹാരിസ് ചെർക്കലിൻ്റെ ഒരു വിശദീകരണം KGMCTയുടെ ഗ്രൂപ്പിൽ തന്നെ വന്നിരുന്നു. കാരണം ഈ ഒരു കണ്ടെടുത്ത ഉപകരണം 15 വർഷത്തോളം കാലപ്പഴക്കമുള്ളതാണെന്നും അത് പുതുതായി ഈ ഒരു ഉപകരണം വാങ്ങുന്നതിനുള്ള സാങ്കേതിക തടസ്സം ഒഴിവാക്കാൻ വേണ്ടി ഈ കേടായ ഉപകരണങ്ങൾ എറണാകുളത്തേക്ക് അയച്ചിരുന്നു. ഇതിൽ ശരിയാക്കാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ അയച്ച ഉപകരണം തിരിച്ചു വന്നതാണ് എന്നാണ് അദ്ദേഹം ഗ്രൂപ്പിൽ അറിയിച്ചത്. മാത്രമല്ല അദ്ദേഹം ഈ ഒരു വകുപ്പ് മേധാവിയാണ്. ആ മേധാവിയുടെ മുറിയിലേക്ക് ജൂനിയർ ഡോക്ടേഴ്സിന് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാനുള്ള അനുവാദമുണ്ട്, പലരുടെയും കയ്യിൽ ഇതിൻ്റെ ചാവി ഉണ്ടെന്നൊക്കെയാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഈ ഒരു വിവാദം അടുത്ത തലത്തിലേക്ക് കയറുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് തന്നെ കുടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് നേരത്തെ തന്നെ ഹാരിസ് പറയുകയുണ്ടായി. ആ പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയർന്ന സാഹചര്യം. ഏറ്റവും പ്രധാനമായി ഒരു തുള്ളി മണ്ണ് പോലും ഹാരിസിന്റെ മേൽ വീഴാൻ അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഞങ്ങൾ ചേർത്ത് പിടിക്കുമെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ ഈ വിവാദം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ ഹാരിസിനൊപ്പമെന്ന് KGMCTA. ഹാരിസിനെ കുടുക്കാനാണോ ശ്രമമെന്ന് എല്ലാവർക്കും സംശയമുണ്ട്. HODയുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തിയില്ല. സ്വതന്ത്ര അന്വേഷണം വേണം. ഇതിനായി ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും റോസ് നാരാബീഗം. കൃത്യമായി തീരുമാനിച്ച് ഞങ്ങൾ മീഡിയയെ അറിയിക്കുന്നതായിരിക്കും. അതോറിറ്റീസിനെയും ക്ലിയറായിട്ട് ഞങ്ങൾ അറിയിക്കും.
അപ്പോൾ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് ആവശ്യത്തിൽ കൂടുതൽ സ്ട്രെസ്സ് എല്ലാവരും കൊടുത്തു കഴിഞ്ഞു. ഒരു സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു HOD എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വന്ന ആ ഒരു സ്ട്രെസ് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. അപ്പോൾ അതിനൊരിക്കലും KGMCT കൂട്ടു നിൽക്കുകയില്ല, അദ്ദേഹത്തോടൊപ്പം തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിലെന്താണ് നടന്നതെന്നുള്ളൊരു ക്ലാരിറ്റി വേണം. അതായത് പോസിറ്റീവായിട്ടാണോ ഈ അന്വേഷണം നടന്നത്, അതോ അന്വേഷണത്തിന് വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ, ഇതൊന്നും ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ഞങ്ങൾ അടുത്ത് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾ ഇന്ന് തന്നെ തീരുമാനിക്കുന്നതാണ്. അതിനെ തുടർന്ന് ഞങ്ങൾ പ്രസ് റിലീസും ചിലപ്പോൾ പ്രസ് മീറ്റ് നാളെ നടത്തുന്നതായിരിക്കും. ഡോക്ടർ ഹാരിസിനെ സംരക്ഷിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടക്കുന്നു. ഡോക്ടറുടെ മേൽ ഒരു നുള്ളു മണ്ണ് വീഴാൻ അനുവദിക്കില്ലെന്നും VD സതീശൻ. കഫീൽ ഖാനെ BJP സർക്കാർ വേട്ടയാടിയതിനേക്കാൾ ക്രൂരമായിട്ടാണ് പിണറായി സർക്കാർ. എന്തായിരുന്നു ബഹളം കഫീൽ ഖാനെ വേട്ടയാടിയപ്പോൾ? അതിനേക്കാൾ ക്രൂരമായിട്ടാണ് ഡോക്ടർ ഹാരിസിനെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ വേട്ടയാടുന്നത്. ഗൂഢാലോചന നടത്തി വേട്ടയാടുക. മുഖ്യമന്ത്രി പിണറായി വിജയനോട് എൻ്റെ അഭ്യർത്ഥന, ആരോഗ്യ മന്ത്രിയോട് ഈ ഹീനമായ നീക്കത്തിൽ നിന്നും പിന്മാറണം എന്നങ്ങ് ആവശ്യപ്പെടണം.